ആൽബി തുടക്കം തൊട്ടേ സൂപ്പർ പടം എന്ന് വെച്ചാൽ സൂപ്പർ പടം. ആർക്ക് വേണേലും എപ്പോ പോയിരുന്ന് കാണാം. അമ്മാതിരി പടം ഞാൻ എഴുതി തരാം. സൂപ്പർ ഹിറ്റോ? ശരിയായിരിക്കും സാറേ. ഒന്നും പറയല്ല, സൂപ്പർ. രോമ എണീച്ചിരിക്കുക. ഈശ്വരാ, ബമ്പർ ഹിറ്റ്. എൻഗേജിംഗ് ആയിരുന്നു, ഫുൾ എൻഗേജിംഗ് ആയിരുന്നു, നല്ല എൻഗേജിംഗ് ആയിരുന്നു. സൂപ്പർ മൂവി. நான் வந்துட்டேன்னு சொல்லு, திரும்பி வந்துட்டேன்னு. ഞാൻ 100% അല്ല 1000% ഞാൻ സാറ്റിസ്ഫൈഡ്. ഇനി പറയാൻ എനിക്ക് വാക്കുകളില്ല, എനിക്ക് ഒന്നും പറയില്ല. അമ്മ സൂപ്പർ പടം. ഈ ത്രെഡ് നീ എങ്ങനെ ഡെവലപ്പ് ചെയ്തു? ത്രെഡോ ഇതെന്താ പറയുന്നത്? ഓ സൂപ്പർ കിടിലം പടമാണ്, ഒരു രക്ഷയില്ല. മോഹൻലാലിന്റെ ശക്തമായ തിരിച്ചുവരവാണ്. നോക്ക്, ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമായില്ലേ? മൊത്തത്തിൽ കഥയായാലും ജിത്തു ജോസഫ് സാറിന്റെ കഥയാണല്ലോ, നല്ലൊരു ത്രില്ലർ, ഇഷ്ടപ്പെട്ടു. നമുക്കൊരു കഥ ഇഷ്ടപ്പെടുന്ന എപ്പോഴാ ആ കഥ നമ്മുടെയും കൂടിയാണെന്നുള്ള തോന്നൽ വരുമ്പോഴല്ലയോ? കിടിലായിട്ടുണ്ട്, ലാലേട്ടന്റെ തിരിച്ചുവരവാണ്. നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ കഴിച്ചത് തന്നെ. എക്സലന്റ് ആയിട്ടുണ്ട്, കണ്ണ് നിറഞ്ഞു അവസരം. നല്ല സിനിമയാണ് ബ്രോ, നല്ല സിനിമയാണ്. ഓഡിയൻസിന്റെ മനസ്സൊന്ന് വൈബ്രേറ്റ് ചെയ്യും. ഇത്രയും കാലം സത്യം പറയാൻ സന്തോഷം കൊണ്ട് കണ്ണ് നിറയണം എന്ന് പറയാം. അത്രയ്ക്ക് കിടിലം പടം. വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച എന്റെ സുഹൃത്തുക്കളോട് എന്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ക്ലൈമാക്സ് ഞാൻ പറയൂലേ, നമ്മൾ കൈയടിച്ചു പോകും, അങ്ങനെയുള്ളൊരു പടമാണ്. ബ്ലോക്ക് ബസ്റ്റർ ക്ലൈമാക്സ് ഒക്കെ നമ്മളെ ഹൃദയത്തിൽ തൊട്ട് നമ്മൾ അറിയാതെ ഒരു പക്ഷേ പെട്ടെന്ന് കണ്ണിൽ നിന്നും കണ്ണുനീര് വരാൻ. വനിതാ സ്റ്റേഷനിലെ പങ്കജാക്ഷി ഇതേ അഭിപ്രായം പറഞ്ഞു. അടിപൊളി പടമായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു സന്ദർഭം മുൻകൂട്ടി കണ്ടിട്ടാവണം ദൈവം എനിക്ക് ഇങ്ങനെ ഒരു സ്ഥിതി തന്നിരിക്കുന്നത്. എന്തായാലും സംഗതി കൊള്ളാം. തീരെ ലാഗടിച്ചിട്ടില്ല. ലാലേട്ടൻ എങ്ങനെ ഒരു സിനിമ ചെയ്യണം നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ഇതാണ്. ഇതിപ്പോ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കിട്ടേ പോലെ ഫീൽ ചെയ്തില്ല. നല്ല ഗ്രിപ്പിംഗ് ആയിട്ട് പോയി. തിരക്കഥയ്ക്ക് തന്നെ കൈയടി കൊടുക്കണം. ജിത്തു ജോസഫ്, ശാന്തി മായാദേവി. ഇതുപോലെ സ്മാർട്ടാ, നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു, ഒരേ ഒരു രാജാവ്.